വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നല്ല ബുള്ളിഷ് ആയിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. നോക്കിയാൽ കാണാം മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവൽ അത്യാവശ്യം മോശമില്ലാത്ത റെസിസ്റ്റൻസ് ലെവലാണ്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിൽ അടുത്തൊരു ലെവലും കൂടെ ഉണ്ട്. വീണ്ടും നോക്കുകയാണെങ്കിൽ നല്ലൊരു പുൾ ബാക്ക് ഒക്കെ തന്ന ഒരു നല്ലൊരു ലെവലും കൂടി മുകളിൽ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇത്രയും ആണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമായിട്ട് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 114,944, 116,004, അടുത്തത് 117,869 ആൻഡ് 118,954, 120,308 ആൻഡ് 120,998, അടുത്തത് 122,070 ആൻഡ് 123,181. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത ഒരു ഏരിയ ഈ ഒരു ലെവൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ്. അവിടെ നിന്നിട്ട് ചെറിയൊരു റിജക്ഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇറങ്ങാൻ സാധ്യതയുള്ള 1-2 ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഒന്ന് ഈ ലെവലാണ്. ഈ ലെവലിന്റെ അതുപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള 50 മിനിറ്റ്സിന് സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ 50 മിനിറ്റ്സിൽ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് സപ്പോർട്ട് എടുത്ത ലെവൽ ഇവിടെയുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ ഈ നിൽക്കുന്നതിൽ നിന്ന് റോഷ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത. അടുത്ത നെക്സ്റ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ വരുന്ന ക്യാൻഡിൽസ് ഒന്ന് ചിലപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ട് ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ എത്താനുള്ളത് ഇവിടെയാണ്. അല്ലെങ്കിൽ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ലെവലിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് ഒരുപക്ഷെ ഇവിടെ നിന്ന് കൺഫർമേഷൻ എടുത്തിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മൂവ്മെന്റ് ആണ് ഉദ്ദേശിച്ചത്. അങ്ങനെയും പോകാൻ സാധ്യത ഉണ്ട്. ഇനി അടുത്ത ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോയതിനു ശേഷം, അതായത് നമ്മൾ വരച്ചിരിക്കുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസിലേക്ക് എത്തിയതിനു ശേഷം, ഇവിടെ എത്തിയതിനു ശേഷം ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. അങ്ങനെയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇവിടേക്ക് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടേക്ക് ഈ പോകുന്ന പോക്കിൽ, അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന പോക്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പാറ്റേണിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്നിട്ട് വീണ്ടും ഒന്ന് ബ്രേക്ക് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ ഓൾ ടൈം ഹൈയുടെ ഒരു ലെവലാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന് താഴെയാണ് സെൽ എൻട്രി ഉള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വരച്ചിരിക്കുന്ന ലെവലിന് താഴെയാണ് സെൽ എൻട്രി ഉള്ളത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടുന്ന് വരുമ്പോഴും മാർക്കറ്റ് നല്ല രീതിയിലാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. നല്ല സ്ട്രോങ് സപ്പോർട്ട് എടുത്തിട്ടാണ് ഓരോ ഏരിയയിലേക്കും വരുന്നത്. അപ്പോൾ
ഇതിന് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് നെക്സ്റ്റ് ലെവലിൽ നിന്നിട്ട് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം. അല്ലെങ്കിൽ വീണ്ടും വന്ന് താഴോട്ടേക്ക് തന്നെ ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുക്കാം. ഇവിടെ എല്ലാം നോക്കിയാൽ കാണാം നല്ല രീതിയിൽ മാർക്കറ്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയാസ് ആണ്. അപ്പൊ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് തന്നെ ചിന്തിക്കാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ BTCയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന ഏരിയാസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുക. മെയിൻലി 1 അവറിന്റെ ഏരിയാസ് ആണ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പ്രൈസ് പറയുന്നത്. 50 മിനിറ്റ്സിന്റെ പ്രൈസ് പറയുന്നില്ല. അത് നിങ്ങൾ തന്നെ മാർക്ക് ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക.